ഗൈസ് നമ്മളെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അച്ഛൻ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. നല്ല വിഷമമുണ്ട്. അമ്മ വീട്ടിൽ നിന്ന് അച്ഛൻ വീട്ടിലേക്ക് പോവാണ്. ഈ 2 മാസം ഞങ്ങൾ എത്ര എൻജോയ്മെൻ്റ് തന്നെ, എത്ര തകർത്താടിയ മോമെൻറ്റ്സ് ആണെന്നറിയോ ഗൈസ്. മറക്കാൻ കഴിയില്ല. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വെക്കേഷൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാനും പാറു, അമ്പാടി, അമ്മമ്മ, മാമൻ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് കൊയിലാണ്ടിയിലോട്ട്. മെയിൻലി എന്നെയും പാറുവിനെയും കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൊയിലാണ്ടിയിലോട്ട് പോവുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു 3 മിഠായി വെച്ച് ഞങ്ങളെ തീറ്റ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു പീനട്ട് ചോക്കോ പറഞ്ഞിട്ടുള്ളതൊരു മിഠായി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് വലിയ പിടുത്തല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്പാടി ഫ്രണ്ടിലോട്ട് പോയി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു യൂസ്ഫുൾ ടോയ് ആണ് കേട്ടോ. കാരണം നമ്മളെ വെച്ചാൽ ഇപ്പോൾ മുതിർന്നവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് നോക്കി നമുക്കിങ്ങനെ പഠിക്കാം. അങ്ങനത്തെ ഒരു ടോയ് ആണിത്. സംഭവം നല്ല യൂസ്ഫുള്ളാണ്, പിന്നെ നല്ലൊരു എൻജോയ്മെൻറ്റും ആണ് കേട്ടോ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ. അപ്പോൾ ഈ ഒരു സീനറി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്ലൈമറ്റുമാണ്. അപ്പോൾ അത് കണ്ട് വീഡിയോ ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പുതിയ ഹൈവേയിലൂടെയാണ് ഗേസ് ഞങ്ങൾ പോകുന്നത്. എത്ര സ്പീഡ് എടുത്തിട്ടും ഒരെനക്കം ഉണ്ടായിട്ടില്ല. നല്ല സ്മൂത്ത് ആൻഡ് എന്താ പറയുക, നല്ല സ്മൂത്തായിരുന്നു കേട്ടോ റോഡ്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ അവിടെ വീട്ടിലുള്ളതാണെന്ന് തോന്നുന്നു നല്ലൊരു അടിപൊളി പന കണ്ടപ്പോൾ അതും വീഡിയോ എടുത്ത് നിങ്ങളെ വെറുപ്പിക്കുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾ ബ്രെഡും ജാമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങാനും വിശന്നാൽ വിശപ്പാണല്ലോ നമ്മളൊരു എന്താ പറയുക ഒരു സംഭവം. അപ്പോൾ ബ്രെഡും ജാമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് ഡാൻസ് ആവാം ഗൈസ്. കാരണം നമുക്കൊരു ട്രിപ്പ് പോലെയാണ്. കാരണം തൃശ്ശൂർ ടു കോഴിക്കോട് അഥവാ ചാവക്കാട് ടു കൊയിലാണ്ടി ആണ്. അപ്പോൾ ആ ഒരു നല്ല ടൈമുണ്ട്, നല്ല ടൈം എടുക്കും. പിന്നെ റോഡൊക്കെ ഇങ്ങനെയാണ്ട് പെട്ടെന്ന് എത്തിയിട്ടോ ഞങ്ങൾ. എന്നാലും ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു ഗൈസ്. പിന്നെ ഞാൻ പുതപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം മഴയൊക്കെ പെയ്ത് എ സിയിൽ തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് മൂടി പൊതിച്ച് കിടന്നുറങ്ങാം എന്നൊക്കെ സെറ്റാക്കി ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ബട്ട് നമ്മുടെ വെയിൽ ചേട്ടൻ ചതിച്ചു ഗൈസ്. നല്ല പുത്തൻ വെയിലായിരുന്നു ഗൈസ്. അതുകൊണ്ട് ചൂടില്ല, ഈസിലായിരുന്നു, എന്നാലും അങ്ങനത്തെ വൈബ് കിട്ടിയില്ല. സോ ഞങ്ങൾ കൊയിലാണ്ടിയിലോട്ട് എത്തണ മുന്നേ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. കൊയിലാണ്ടി എത്തി. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്താ വാങ്ങിച്ച് പൊറോട്ട, ചപ്പാത്തി, പെപ്പർ ചിക്കൻ, ജ്യൂസ്, അങ്ങനെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പെപ്പർ ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ബൈ.